നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ ആഭിചാരം ബാധിച്ചിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട്. അത് എങ്ങനത്തെ ബ്ലാക്ക് മാജിക്കാണ്, എന്ത് തരം ആഭിചാരമാണ് ചെയ്തിരിക്കുന്നത്? ലൈക്ക് വശീകരണമാണോ, അതോ കൈവശം ഉള്ളിപ്പോയതാണോ, അതോ അതിനകത്ത് ജസ്റ്റ് ഒരു ശത്രുദോഷം മാത്രമുള്ളോ, സ്തംഭനം, ഉച്ചാടനം ഇതുപോലുള്ള കാര്യങ്ങളാണോ ചെയ്തത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് ക്ലിയർ ആയിട്ടൊരു പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വ്യക്തത വരുത്തുള്ളൂ കേട്ടോ. അതിനനുസരിച്ചിട്ട് അതിന് പരിഹാരവും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വശീകരണത്തിന് ചെയ്യുന്ന പരിഹാരം വേറേതാണ്, സ്തംഭനം ഇതിന് ചെയ്യുന്ന പരിഹാരം വേറെ, ശത്രുദോഷത്തിന് വേറെ. അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് വശീകരണത്തിന് പോയി നിങ്ങളിപ്പോൾ ഒരു ശത്രുദോഷത്തിൻ്റെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ ശത്രുദോഷം വെച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളെ മാറത്തുള്ളൂ. അല്ലാതെ ഈ വശീകരണം വെച്ചുണ്ടാവുന്ന നെഗറ്റീവ് കാര്യങ്ങളൊന്നും ലൈഫിൽ നിന്ന് മാറില്ല. അത് അങ്ങനെ തന്നെ നിൽക്കും. കണ്ടുപിടിച്ചിട്ട് പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് പരിഹാരവും ഇവിടെ ചെയ്തു തരുന്നതാണ്. തേർഡ് പാർട്ടി കൊണ്ടുണ്ടായ ബ്ലാക്ക് മാജിക്ക് മാറാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി നൽകുന്ന ബ്രേസ്ലെറ്റാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ സെയിം ഇഷ്യൂ വേറൊരാൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ബ്രേസ്ലെറ്റ് അയാൾ യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന ബ്രേസ്ലെറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. അവരവരുടെ പേരും നാളും വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് 5 of Wands, ദ ഹൈ പ്രീസ്റ്റസ്, 10 of Swords, 7 of Swords, ദ മൂൺ കാർഡ്, 3 of Swords, 9 of Swords, 8 of Swords, ദ ഹൈ പ്രീസ്റ്റസ്, 9 of Wands, 10 of Wands, 2 of Swords, the Tower card, Moon card, 7 of Swords, the Devil card. ഇതിനകത്ത് സോഡ്സിൻ്റെ എനർജി വളരെ കൂടുതലാണ്. ഇതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞപ്പം 10 of സോഡ്സിൻ്റെ എനർജി വന്നു, മൂൺ കാർഡിൻ്റെ എനർജി വന്നു, 7 of സോഡ്സിൻ്റെ എനർജി വന്നു, ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നു. സെയിം എനർജി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആഭിചാരം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് സെയിം കാർഡ് തന്നെ റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റീഡിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ തുടക്കം ഒരു വർഷത്തിന് മുകളിൽ, ഒരു വർഷമല്ല, ഒരു 2 വർഷത്തിന് മുകളിൽ എന്നൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് ചെറിയൊരു പ്രശ്നമായിട്ടാണ് തുടങ്ങിയത്. ഒരു പ്രശ്നം വരിക, പ്രശ്നം പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും ഇല്ലാത്ത അത്രയും നാളും ആ പ്രശ്നം തുടങ്ങുന്നതിൻ്റെ അത്രയും ദിവസം വരെ ഇല്ലാത്ത ഒരു പ്രശ്നമായിരുന്നു അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ തമ്മിൽ പ്രശ്നം വരിക, ആ പ്രശ്നം സോൾവ് ആവുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തോ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, എന്തോ ഒരു കാര്യമുണ്ട്. പക്ഷെ അങ്ങോട്ട് വ്യക്തത ലഭിക്കുന്നില്ല. കുറച്ച് നാൾ കഴിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ടെൻഷൻ വരാൻ തുടങ്ങി. ലൈക്ക് ഡീപ്പ് ഇഷ്യൂസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. നേരത്തെയൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ട് അനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കാത്തൊരവസ്ഥയായി. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഒരു പൊരുത്തക്കേട് കണ്ടുപിടിക്കുന്നു. നിങ്ങളുമായിട്ടൊരു പൊരുത്തമില്ലാത്ത അവസ്ഥ, ഒരു ശത്രുതാ മനോഭാവമായി നിങ്ങളുടെ അടുത്ത്. നേരത്തെ നിങ്ങൾ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യവും നിങ്ങളുടെ വ്യക്തി ചെയ്യാത്ത ഒരു അവസ്ഥയായി. മനസ്സിലായോ? സംസാരിച്ച് വഴക്കിലേക്ക് വരിക. ഇപ്പം നിങ്ങൾ ഇരുന്നാ സംസാരിക്കുന്നതെങ്കിൽ വഴക്കുണ്ടായതിന് ശേഷം ഇരിക്കുന്നിടത്തുനിന്ന് ഈ വ്യക്തി എഴുന്നേറ്റ് വന്ന് നിങ്ങളെ അടിക്കാൻ പോവുക. ഈ ഒരു അവസ്ഥയാണ് പിന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത്.
കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഉണ്ടല്ലോ, കല്യാണം വരെ എത്തിയതാണ്. കല്യാണം എത്തി, പിന്നെ നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരാളുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളെ ചതിച്ചു, നിങ്ങൾ ചതിക്കപ്പെട്ടു. നിങ്ങളെ അത്രയും നാളും നിങ്ങളെ കള്ളക്കഥകളും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ആ ഒരു റിലേഷൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം തുടങ്ങി, ഒരു നല്ല രീതിയിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോ ആ ഒരു പ്രശ്നത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കംപ്ലീറ്റ്ലി ഒരു അൺസർട്ടൺ ആ പ്രശ്നം വരിക, പിന്നെയും പ്രശ്നം മാറുക, നിങ്ങൾക്ക് പോലും അറിയാത്ത കാര്യം പിടിച്ച് വഴക്കുണ്ടാക്കുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു വ്യക്തത വരുത്തിയത്. നിങ്ങളെ പറഞ്ഞു പറ്റിക്കുമായിരുന്നു. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ മറ്റൊരു എനർജി കയറി വന്നു. ലൈക്ക് ഒരു രഹസ്യമായിട്ടുള്ള ഒരു എനർജി. ആ ഒരു എനർജി സ്ട്രോങ് ആയത് എപ്പോഴാണോ ആ ഒരു ടൈം തൊട്ടാണ് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടായത്. പിന്നെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കുറ്റങ്ങളാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കുറ്റങ്ങളും തെറ്റുകളും മാത്രമാണ്. ഇവിടെ ആ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കര വശീകരിക്കാൻ കഴിവുള്ള ഒരു ലേഡിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട് സന്തോഷിക്കുന്ന ഒരു എനർജി. നിങ്ങളുടെ ഇടയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായത് അതൊക്കെ ഇവർ അറിയുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിന് മെയിൻ കാരണം ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഈ ഒരു ലേഡിയായിട്ട് ഉള്ള ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ആ ഒരു സ്ത്രീയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ രാത്രിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? ഈ ഒരു ലേഡിക്ക് എപ്പോഴും ഒരു എന്തുവാണ് പറയുക, മറ്റുള്ളവരെല്ലാവരും ഇവരെ ബഹുമാനിക്കണം. പക്ഷേ ഇവരാരെയും ബഹുമാനിക്കത്തില്ല കേട്ടോ. മറ്റുള്ളവരെല്ലാവരും ഇവരിൽ അട്രാക്റ്റഡ് ആയിരിക്കണം. ഇവരെന്താണോ പറയുന്നത് അതെല്ലാം മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കണം. മറ്റെല്ലാവരും ഇവരെ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇവരുടെ അടുത്ത് പെരുമാറണം. രാത്രിയെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. പാതിരാത്രി വരെ ഉറക്കം ഒഴിഞ്ഞിരിക്കും. പാതിരാത്രിയിലൊക്കെ പല രീതിയിലുള്ള എന്താ പറയുക, നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, രാത്രിയെ ഇഷ്ടപ്പെടുന്ന ലേഡി രാത്രിയിൽ പല നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏത് തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കാണ് ചെയ്തത് എന്നുള്ളതും വീഡിയോയിൽ പറയാം കേട്ടോ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്തോ നേടിയെടുത്ത് എല്ലാം ലോകം പിടിച്ചടക്കി ഒരു സന്തോഷത്തിലിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ അടുത്ത് ഈ വിശ്വാസവഞ്ചന കാണിച്ചിട്ട് അവർക്ക് യഥാർത്ഥം എന്ത് കിട്ടി എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നത്. നിങ്ങൾ പെർഫെക്റ്റ് ആയിരുന്നു. നിങ്ങൾ അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കുറവും വരുത്തിയിരുന്നില്ല. എല്ലാം അവർക്ക് വേണ്ടുന്നത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ആ വ്യക്തിയെ അറിയിച്ചിരുന്നില്ല. നിങ്ങളാകെ അവരുടെ അടുത്ത് സ്നേഹം, ടൈം വേണം, ഇതൊക്കെ മാത്രമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഇതൊന്നും ആയിരുന്നില്ല ആവശ്യം. അവർക്ക് സന്തോഷം, സുഖം, ഒരു ഫാൻറ്റസി നിറഞ്ഞ ഒരു ലോകത്തായിരുന്നു നിങ്ങളുടെ പേഴ്സണെ ആക്ച്വലി അങ്ങനെ ആക്കി മാറ്റി ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവർ നിങ്ങളില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കേണ്ട രീതിയിൽ പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടി ചെയ്തു. അവർക്ക് പ്രലോഭനം ഉണ്ടാക്കുന്ന എന്ത് കാര്യമാണോ ഉള്ളത് അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ലാസ്റ്റ് ഇവിടെ കറക്റ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹമായിരുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിപ്പെടേണ്ടതല്ല. മനസ്സിലായോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു കുറവില്ലാണ്ട് നോക്കിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടാണോ നടക്കുന്നത്, അവരുടെ ലോകം തന്നെ നിങ്ങളിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമായിരുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തു തരുമെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു കാര്യത്തിലൊക്കെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഭയങ്കര അസൂയായിരുന്നു. അസൂയ വന്ന് പല രീതിയിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ കുറേ പേർക്ക് ഈ ഒരു റീഡിങ് കാണുമ്പം ഇത് നിങ്ങളുടെ ലൈഫായിട്ട് റെസൊണേറ്റ് ഉണ്ടാവാം. ലൈക്ക് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കൂടുതലും റെസൊണേറ്റ് ആവുന്നത് നിങ്ങളുടെ മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവർ എപ്പോഴും ഭക്തി എന്ന് പറഞ്ഞ് നടക്കുന്നവരാവാം.
എന്താ പറയുക, അമ്പലം, വ്രതം, അമ്പലത്തിലെ നേർച്ച, അങ്ങനെ 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 രാത്രി കാലങ്ങളിൽ പോലും പല രീതിയിലുള്ള വ്രതങ്ങളോ നേർച്ചയൊക്കെ ചെയ്തിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ മറിച്ച് മറ്റൊരാൾ നിന്ന് നോക്കി കാണുമ്പോൾ അയ്യോ ഇവർക്ക് ഭയങ്കര ഭക്തിയുള്ളൊരു സ്ത്രീയാണ്, അവരെ ഒന്നും ചെയ്യരുത്, അവരങ്ങനെയാണ് പുറമേ തോന്നിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ പറഞ്ഞാലോ പുറമേ ഉള്ളവർ വിചാരിക്കുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദൈവദോഷം ഉണ്ടാവും. കാരണം അത്രയ്ക്ക് ഭക്തിയാണ് ഇവർ പുറമേ എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നെഗറ്റീവ് എനർജി, ഒരു ആഭിചാരം, ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഭയങ്കര രീതിയിലാണ് ബാധിച്ചത്. അതായത് ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വശീകരണമാണ്. ആ ഒരു വശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മയക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല അതിലുള്ളത്. മനസ്സിലായോ? ആ ഒരു മയക്കിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ലൈഫിൽ ഇത്രയും നാളും എന്തെങ്കിലും രഹസ്യം ഉണ്ടായിരുന്നോ, ആ ഒരു രഹസ്യവും ഈ ഒരു തേർഡ് പാർട്ടി അറിയുന്ന രീതിയിലുള്ള ബ്ലാക്ക് മാജിക്കാണ് ചെയ്തിരിക്കുന്നത്. വശീകരണം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്കും മാത്രം അറിയാവുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ലൈക്ക് പണത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം സ്വകാര്യത. അതൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി അറിഞ്ഞതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ വ്യക്തി തന്നെ പറഞ്ഞതായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, പ്രസൻറ്റിൽ എന്തൊക്കെയായിരുന്നു ഉള്ളത്, ഫ്യൂച്ചറിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എന്തായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളുടെ സാമ്പത്തികം സംബന്ധിച്ച് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം. ലൈക്ക് ഇപ്പോൾ ഒരു വീടാവാം, കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വീട് വെക്കണം, നിങ്ങൾക്കൊന്ന് മാറി താമസിക്കണം. ഇതൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി അറിഞ്ഞതായിട്ടാണ് കാണുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തിയിൽ ശരിക്കും ഒരു നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് മാജിക്ക്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോവുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിനകത്ത് വേറെ ഉള്ള കാണുന്നത്. അതായത് നിങ്ങളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടാവത്തില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ബാധിച്ചത്, പ്രശ്നം ഉണ്ടായത് എന്ന് നിങ്ങൾക്കൊരു വ്യക്തതയില്ല. പലതവണ ചോദിച്ചിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമാണ്. മനസ്സിലായോ? നിങ്ങളുടെ വ്യക്തി വിയേർഡായിട്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ സംസാരം കേൾക്കുമ്പോഴും പലതവണ സംസാരം കേൾക്കുമ്പോഴും പല പെരുമാറ്റങ്ങളും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ വ്യക്തി അല്ലല്ലോ ഇത്, ഇവർക്ക് എന്താണ് ആക്ച്വലി പറ്റിയത്. ഭയങ്കര അവർക്ക് ചില സമയത്ത് ഭയമാണ്, എന്തിനൊക്കെയോ ഉള്ള ഭയം. ഇവിടെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ നിങ്ങളുടെ ആ ഒരു സുഖസൗകര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി അസൂയയോടുകൂടിയാണ് നോക്കിക്കണ്ടത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന അത്ര നിസ്സാരക്കാരിയായിട്ടുള്ളൊരു ലേഡി അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് ആഭിചാരം ചെയ്യുന്നൊരു ലേഡിയാണ്. ഇവിടെ അവരുടെ കാര്യം നോക്കുകയാണെങ്കിലേ അവർ റിച്ച് ആവാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ആ പണത്തിൻ്റെ സോഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരും എന്തൊക്കെയോ പൂജകളും കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് അതായത് സാധാരണ ഒരു ആരാധനാലയത്തിലല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കർമ്മം ചെയ്തു കൊടുക്കുന്ന സ്ഥലത്ത് പോയി ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു കാര്യം പോലും മറച്ചു വെക്കരുത്. തേർഡ് പാർട്ടി അടുത്ത് ഒരു കാര്യം പോലും മറച്ചു വെക്കരുത്. ഇവരെന്തൊക്കെ ചോദിച്ചാലും സത്യമായിട്ട് തന്നെ പറയണം. കുറേ നാളായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ കാര്യങ്ങളും പോയിട്ട് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി മറ്റൊരാളെ ഇൻഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പറയല്ലേ എന്ന്. പക്ഷെ എന്താ ചെയ്യുക, അവർ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ ഒരു സീക്രറ്റ്സും വെക്കാൻ പറ്റുന്നില്ല തേർഡ് പാർട്ടിയെ ഒളിപ്പിച്ച്. പക്ഷേ സീക്രട്ട് കീപ്പ് ചെയ്യുന്നതെല്ലാം നിങ്ങളിൽ നിന്ന് മാത്രമാണ്. ഇവിടെ നിങ്ങളുടെ കുടുംബം തകരണം. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിലുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബം, ഭാവി, അത് തകരണം. നിങ്ങൾ വിചാരിച്ച പോലെ നടക്കരുത്. അതാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം.
ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും മയങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഈ ഒരു തേർഡ് പാർട്ടിയിൽ. നിങ്ങൾ ശരിക്കും ടയേർഡായി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു മടുപ്പ് പിടിച്ച ഒരു അവസ്ഥയായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു സ്വസ്ഥതക്കേടും, സുഖമില്ല, സമാധാനമില്ല, ജീവിക്കാൻ ഭയപ്പെടുന്നു. നിങ്ങളിങ്ങനെ മുന്നിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു വഴിയാണ് കാണുന്നത്. ഇനിയും ജീവിതം ഉണ്ടല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതാണല്ലോ അവസ്ഥ. എങ്ങനെ മുമ്പോട്ട് ജീവിക്കും? നിങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പാടുകൂടി ജീവിക്കുന്നു. കാരണം നിങ്ങൾക്കറിഞ്ഞുകൂടാ നിങ്ങളുടെ വ്യക്തി എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, അവർക്കിനി മാറ്റം ഉണ്ടാവുമോ. ശരിക്കും നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തത്. അവർ ആ ഒരു ലൈഫിനെ ഇട്ട് കളിക്കുന്ന രീതിയിലാണ് കാണുന്നത്. എന്താ പറയുക, ലൈക്ക് പന്ത് കളിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതായിട്ടാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ആഭിചാരം, ആ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും സ്റ്റിൽ നൗ ഇപ്പോഴും അത് കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കയറാൻ സാധിക്കുന്നില്ല. എപ്പോഴും കരച്ചില്ല. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനൊരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ, ഇങ്ങനെ കിടന്ന് കരയേണ്ടി വരില്ലായിരുന്നല്ലോ. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. കാരണം എന്താ, നിങ്ങൾ സ്നേഹിച്ചു പോയതല്ലേ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ സ്നേഹിച്ചു പോയി, പക്ഷെ ഒരു തേർഡ് പാർട്ടി വന്ന് അതെല്ലാം നശിപ്പിച്ചു. നിങ്ങളുടെ വ്യക്തി അതിന് നിന്നും കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തരം അഡിക്ഷൻ പോലുള്ള ഒരു സ്നേഹമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. കാരണം നിങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ അതിങ്ങനെ ആ ഒരു സ്നേഹമില്ലേ, അതിങ്ങനെ മാറി 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 ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് നോക്കുന്നത്. അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് പകരം ഈ ഒരു തേർഡ് പാർട്ടിയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അവരുടെ കർമ്മം എന്ന് പറയുന്നത് ഭയങ്കര രീതിയിലത്തെ കർമ്മമാണ്. കുറേ നാളായി അവരത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരുപാട് ഒരു ക്രൂയലായിട്ടുള്ളൊരു ലേഡിയാണ്, മനസാക്ഷി ഇല്ലാത്ത ലേഡി. എല്ലാവരുടെ അടുത്തും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി എല്ലാവരുടെയും നാശം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ലേഡി. മറ്റുള്ളവർ നശിച്ചാലും സ്വന്തമായിട്ട് ഒരു കുറവും വരരുത്. ലക്ഷറി ലൈഫ് വേണം. എല്ലാം അവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരിക്കണം. ഇതൊക്കെയാണ് കേട്ടോ ആ വ്യക്തിയുടെ, ആ ഒരു തേർഡ് പേഴ്സൻ്റെ ആഗ്രഹം. ഇവിടെ നിങ്ങളെന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയോ മാറിയിരുന്ന് കരയുന്നു. ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ തന്നെയും, അതായത് അടുത്ത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ മാറിയിരിക്കുക. കുറേ പേരാണെങ്കിൽ നോക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കരയുക, സ്വന്തമായി ദേഹത്തെ വേദനിപ്പിക്കുക. കുറേ പേരാണെങ്കിൽ ഇവിടെ മരിക്കാനൊക്കെ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുക, പക്ഷെ മരിച്ചിട്ടില്ല. നിങ്ങൾ വിചാരിച്ച് ഇപ്പം മരിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെയ്ത് കണ്ണ് തുറന്നപ്പോൾ നിങ്ങൾക്ക് ജീവനുണ്ടപ്പോൾ നിങ്ങൾക്ക് ഉള്ള അവസ്ഥ എന്തോ ആയി? നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭയങ്കര രീതിയിൽ തളർന്ന്. നിങ്ങൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇപ്പോൾ ഒരു സഹായം കൊണ്ട് തന്നാലോ സ്നേഹം കാണിച്ചാലോ നിങ്ങൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല. ഭയമാണ്, എല്ലാത്തിനോടും ഭയമായി തുടങ്ങി. ഇവിടെ നിങ്ങൾക്കൊരു ഹീലിംഗ് ആവശ്യമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ആദ്യം ഹീൽ ചെയ്യുക. നിങ്ങൾ ഹീൽ ചെയ്യാത്ത പക്ഷം നിങ്ങളെ ഈ ഒരു ട്രോമ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം എന്താണോ അവരത് സക്സസ്ഫുള്ളാക്കി കംപ്ലീറ്റ് ആക്കി. നിങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസക്കേട് ഉണ്ടാക്കുക. ആദ്യം തന്നെ പക്ഷെ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ വന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിക്കുവാണോ എന്നൊക്കെ. പക്ഷെ എവിടെയോ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ സോൾവായി മുമ്പോട്ട് പോകും. പക്ഷേ ആ ഒരു പ്രതീക്ഷയിൽ തകരാറ് വന്നു. ആ ഒരു പ്രതീക്ഷ അതായത് എന്താ പറയുക, അങ്ങനെ നിങ്ങൾക്ക് നടന്നില്ല. അത് തെറ്റിപ്പോയി. നിങ്ങൾ വിചാരിച്ചൊരാളല്ലായിരുന്നു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി ചതി മാത്രമായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങൾ പിന്നെയും ചിന്തിക്കും, ഇത്രയും നാൾ ഒരാൾക്ക് ചതിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും എന്ന് തന്നെയാണ്. കാരണം മറ്റൊരാളുടെ സൗന്ദര്യത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ വീണു പോകുന്ന ഒരാൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു സ്നേഹം അത് എത്രത്തോളം ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അടുത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് സ്നേഹമുള്ള മറ്റൊരാൾ പറയുന്നത് അനുസരിക്കുമോ? മറ്റൊരാളുടെ വാക്കിൽ വീഴുമോ? ഇതൊക്കെ ഒന്ന് ആലോചിക്കുക.
ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, തേർഡ് പാർട്ടി കുറേ ആൾക്കാർക്ക് തേർഡ് പാർട്ടി ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവർ ഈ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്നിട്ട് പാതിരാത്രിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഈ കർമ്മം ചെയ്തിരിക്കുന്നത് രക്തം കൊണ്ടായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഈ രക്തം കൊണ്ടൊക്കെ ചെയ്യുന്ന കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് നേടിക്കിട്ടുകയും ചെയ്യും. ജീവിതം ഭയങ്കരമായിട്ട് നശിപ്പിച്ചിട്ടേ അതൊക്കെ പോകത്തുള്ളൂ. അതാണ് പ്രശ്നം. ഇവിടെ വല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബാധിച്ചായിട്ട് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം വളരെ കഷ്ടത്തിലേക്കാണ് പോകുന്നത്. അവരുടെ ജീവിതം തൊലയാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടിക്ക് അറിയാത്തൊരു രഹസ്യമുണ്ട്. അവർ കർമ്മം ചെയ്തു. അവരിപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് പോയി കർമ്മം ചെയ്തു. ഓരോ മൂർത്തികളെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, ദുർമൂർത്തികളെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവരുടെ അടുത്ത് ഈ കർമ്മം ചെയ്തത് ആരാണോ അവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഇവർ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇതിനകത്തെ രഹസ്യം എന്ന് വെച്ചാൽ ഇവർ ഈ കർമ്മം ചെയ്തിരിക്കുന്ന മൂർത്തികൾ അത്ര നിസ്സാരമല്ല. നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിക്കുണ്ടല്ലോ നല്ല രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ മൂർത്തികൾ ഇവരെ പണിഷ് ചെയ്യും. ആ പണിഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ കുറേ ടൈം എടുക്കും. ആ ഒരു ടൈമിലായിരിക്കും ഒരു തേർഡ് പാർട്ടിയെ ഈ മൂർത്തികൾ പണിഷ് ചെയ്യുന്നത്, കർമ്മദോഷം അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലാക്ക് മാജിക്ക് ബാധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് നേരത്തെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കത് എങ്ങനെയൊക്കെയാണോ സോൾവ് ചെയ്യാൻ പറ്റുന്നത് ആ വഴി കൂടെ ഒക്കെ നിങ്ങൾ സഞ്ചരിക്കണം. കാരണം ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കർമ്മം ഉണ്ടല്ലോ, കർമ്മദോഷം, അത് പെട്ടെന്നായിരിക്കും ഈ ഒരു തേർഡ് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഈ ഒരു നെഗറ്റീവ് എനർജി വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ നെഗറ്റീവ് എനർജി ഉണ്ടായത് നേരെ അങ്ങോട്ട് പോയി അവരുടെ ലൈഫിൽ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ നല്ല രീതിയിൽ തുടങ്ങും. അപ്പം നിങ്ങളിത് ചെയ്യുമ്പം, അതായത് ഇങ്ങനത്തെ കർമ്മങ്ങൾ വല്ലതും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ ഇത് ആരുടെ അടുത്തും പറയാണ്ടിരിക്കുക. നിങ്ങൾ ആ ഒരു വഴി സ്വീകരിക്കുക. കാരണം നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ നിങ്ങൾക്ക് തിരിച്ച് വേണം എങ്കിൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഇടയിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജി എന്താണോ അത് സോൾവ് ആക്കാൻ ശ്രമിക്കുക. അത് സോൾവ് ആക്കുന്നതിലൂടെ നിങ്ങൾ തമ്മിൽ റീയൂണിയൻ സംഭവിക്കും. മനസ്സിലായോ? റീയൂണിയൻ സംഭവിക്കും. നിങ്ങൾ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടില്ലേ, കുറേ പ്ലാനിങ് ഒക്കെ ഇല്ലായിരുന്നോ, അത് നേടിത്തരും. ഈ ഒരു മൂർത്തികളെ കൊണ്ടിട്ട് ആക്ച്വലി ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ഈ മൂർത്തികൾ ആക്ച്വലി ആർക്കും ദോഷം ഉണ്ടാക്കാനിരിക്കുന്നവരല്ല. ഇവരെ കൊണ്ടിട്ട് ദുഷ്കർമ്മം ചെയ്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഓപ്പൺ ആവുകയാണ്. ആ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴുണ്ടല്ലോ ഈ മൂർത്തികൾ തിരിച്ചടിക്കാൻ തുടങ്ങും. അതാണ്, ഇത് ആരാണോ ചെയ്തത് അവർക്കുള്ള പണി ഇങ്ങനെ കിട്ടിത്തുടങ്ങും. ചില ക്ഷേത്രങ്ങളുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലേ, അവിടെ പോയി എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്ന് പറയും. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലേ ഒരാൾ നശിച്ചു പോണേ, ഒരാൾ മുടിഞ്ഞു പോണേ, അവരുടെ പൈസ മുഴുവനും ഇല്ലാണ്ടാവണം, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിലും അത് ചിലപ്പോൾ നിങ്ങൾക്ക് നടത്തി കിട്ടും. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചത് നടത്തി കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിച്ചോളുക, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടും. നിങ്ങൾ ആർക്കെതിരെയാണോ പ്രാർത്ഥിച്ചത് അവരുടെ ലൈഫ് എങ്ങനെയാണോ സ്പോയിലായത് അതിനേക്കാൾ 100 ഇരട്ടിയായിട്ടായിരിക്കും തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതൊന്ന് ഓർമ്മ വെച്ചേക്കണം കേട്ടോ. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ശക്തികൾ തന്നെയാണ്, ശക്തികളെയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ബ്ലാക്ക് മാജിക്കും ചെയ്യുന്നത്. ഞാനിത് ഇത്രയും കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നത്തിൽ, അതായത് നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രശ്നം ഒരു ബ്ലാക്ക് മാജിക്ക് കാരണമാണെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക്ക് എങ്ങനെയാണ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് അത് പേഴ്സണൽ റീഡിംഗ് എടുക്കണം കേട്ടോ. ആ പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം സോൾവ് ആവാൻ വേണ്ടിയിട്ട് ബ്രേസ്ലെറ്റാണ് തരുന്നത്. നിങ്ങളുടെ പ്രശ്നം അറിയാമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രേസ്ലെറ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. കൃത്യമായിട്ട് ഏത് ബ്രേസ്ലെറ്റ് ആണെന്ന് വെച്ചാൽ ഞാനത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.